ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള ഉലൂമുദ്ദീനിലെ 7ാം ക്ലാസ്സിലെ അദ്ദറസു സാലിസ് മൂന്നാമത്തെ പാഠം അല്ലു അലിഹ ബിൻ നവാജിദ്. എന്താണ്? നിങ്ങൾ എൻ്റെ ചര്യയും എനിക്ക് ശേഷമുള്ള ഖുലഫാഉ റാഷിദുകളുടെ ചര്യയും അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിക്കുക, കടിച്ചു പിടിക്കുക എന്നാണ് നമുക്ക് പാഠത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, എൻ്റെയും എൻ്റെ ശേഷം വന്ന ഖുലഫാഉ റാഷിദുകളുടെയും ചര്യ മുറുകെ പിടിക്കുക എന്ന്. നമുക്ക് പാഠം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു ഭരണകൂടം സ്ഥാപിച്ചു. വിശുദ്ധ ഖുർആനും നബി ചര്യയുമായിരുന്നു ആ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ സ്ഥാപിച്ച ഭരണകൂടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭരണഘടന എന്തായിരുന്നു? വിശുദ്ധ ഖുർആനും നബി ചര്യയുമായിരുന്നു അതിൻ്റെ ഭരണഘടന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭരണാധിപനും സത്യം, നീതി, സഹകരണം, സഹിഷ്ണുത തുടങ്ങിയ ഉന്നത മൂല്യങ്ങൾ പാലിച്ച് രാഷ്ട്രം മുന്നോട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭരണാധിപനും സത്യം, നീതി, സഹകരണം, സഹിഷ്ണുത തുടങ്ങിയ ഉന്നത മൂല്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ആ രാഷ്ട്രം മുന്നോട്ടു പോയി. ഹിജ്റ 11-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ പുതിയ രാഷ്ട്രത്തലവൻ ആവശ്യമായി വന്നു. മുഹാജിറുകളും അൻസാറുകളും ഒരുമിച്ച് കൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ ചെയ്ത് വന്നവരാണ് മുഹാജിറുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഹാജിറുകളെയും സ്വീകരിച്ചവരാണ് അൻസാറുകൾ. അപ്പോൾ മുഹാജിറുകളും അൻസാറുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു. ഹിജ്റ 11-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം രാഷ്ട്രത്തിന് പുതിയൊരു രാഷ്ട്രത്തലവൻ ആവശ്യമായി വന്നു. അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു. 1-ാം ഖലീഫ ഭരണം ഏറ്റെടുക്കുമ്പോൾ രാഷ്ട്രം സംഘർഷഭരിതമായിരുന്നു. കള്ളപ്രവാചകവാദികൾ രംഗത്തു വന്നു. മുസ്ലിങ്ങളിൽ ചിലർ സക്കാത്ത് നൽകില്ലെന്ന് ശഠിച്ചു. ആഭ്യന്തര കലഹം കണ്ട അയൽ രാജ്യങ്ങൾ ആക്രമണം നടത്താനൊരുങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവയെല്ലാം ഒന്നിച്ച് നേരിടുകയും രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലാക്കണം നമ്മൾ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുമ്പോൾ രാഷ്ട്രത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? സംഘർഷഭരിതമായിരുന്നു. എന്തൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സംഘർഷങ്ങൾ? കള്ളപ്രവാചകത്വവാദികൾ, ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ വന്നു. കള്ളപ്രവാചകവാദികൾ രംഗത്ത് വന്നു. മുസ്ലിങ്ങളിൽ ചിലർ സക്കാത്ത് നൽകില്ലെന്ന് ശഠിച്ചു. പിന്നെ ആഭ്യന്തര കലഹം കണ്ട് അയൽ രാജ്യങ്ങളൊക്കെ അക്രമം നടത്താനൊരുങ്ങി. ഇവിടെ ആഭ്യന്തര കലഹം ഉണ്ടാവുമ്പോൾ എന്താണ്? ഇവിടെ ആരും ഒരുമിച്ച് നിൽക്കാതിരിക്കുമ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ അക്രമം ഉണ്ടാവുമ്പോൾ എന്താണ്? നമ്മുടെ പെട്ടെന്ന് പരാജയപ്പെടുത്താനാവും. അപ്പം അതൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നിച്ച് നേരിടുകയും രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ മനസ്സിലാക്കാം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിനെ തുടർന്ന് ഹിജ്റ 13-ാം വർഷം 2-ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റു. ഹിജ്റ 13-ാം വർഷം 2-ാം ഖലീഫയായ ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ്. ഹിജ്റ 11-ാം വർഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഹിജ്റ 13-ാം വർഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റു. മനസ്സിലാക്കാം. അക്കാലത്ത് രാജ്യം വലിയ പുരോഗതി നേടി. ആരുടെ കാലത്താണ് വലിയ പുരോഗതി നേടിയത് രാജ്യം? 2-ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്. രാജ്യത്തിനു ഭീഷണി ഉയർത്തിയ കിസ്ര കൈസർ ഭരണകൂടങ്ങളെ അമർച്ച ചെയ്തു. കിസ്ര കൈസർ ഭരണകൂടങ്ങളെ രാജ്യത്തിന്, അറബി രാഷ്ട്രത്തിന് ഭീഷണിയായിരുന്നു. അവർ
ആ ഭരണകൂടങ്ങളൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമർച്ച ചെയ്തു. സിറിയയും ഇറാഖും പേർഷ്യയും ഈജിപ്തുമെല്ലാം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭാഗമായി. ഏതൊക്കെ രാഷ്ട്രങ്ങളാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭാഗമായത്? ഏതൊക്കെ രാജ്യങ്ങളാണ്? സിറിയയും ഇറാഖും പേർഷ്യയും ഈജിപ്തുമെല്ലാം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭാഗമായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭാഗമായത്? സിറിയയും ഇറാഖും പേർഷ്യയും ഈജിപ്തും. മനസ്സിലാക്കുക. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ അധീനതയിലായി. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ അധീനതയിലായത് ആരുടെ ഭരണകാലത്ത്? ചോദ്യം മനസ്സിലാക്കുക. ആരുടെ ഭരണകാലത്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത്. രാജ്യത്ത് സമാധാനവും ശാന്തിയും ഐശ്വര്യവും ഉണ്ടായി. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് രണ്ടാം ഖലീഫ. മനസ്സിലാക്കുക. ഹിജ്റയുടെ 23-ാം വർഷം, ഹിജ്റയുടെ 23-ാം വർഷം മജൂസിയായ അബൂ ലുഅ്ലുഅയുടെ കുത്തേറ്റ് രണ്ടാം ഖലീഫ രക്തസാക്ഷിയായി. അബൂ ലുഅ്ലുഅയുടെ കുത്തേറ്റിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. തുടർന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി തെരഞ്ഞെടുത്തു. അപ്പം ഹിജ്റ 23-ാം വർഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു 3-ാം ഖലീഫയായി തെരഞ്ഞെടുത്തു. അദ്ദേഹം മുൻഗാമികളുടെ പാത പിന്തുടർന്നു ഭരണം നടത്തി. നാവികസേനയ്ക്ക് രൂപം നൽകിയതും സാസാനിയ ഭരണകൂടത്തിൻ്റെ ശക്തി ക്ഷയിച്ചതും അദ്ദേഹത്തിൻ്റെ കാലത്താണ്. സാസാനിയ ഭരണകൂടത്തിൻ്റെ ശക്തി ക്ഷയിച്ചത് ആരുടെ ഭരണകാലത്താണ്? ആരുടെയാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ്. മനസ്സിലാക്കട്ടാ. 3-ാം ഖലീഫയുടെ ഭരണത്തിൻ്റെ അവസാനം രാജ്യത്ത് ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി. ജൂതനായ അബ്ദുല്ലാഹിബ്നു സബഇൻ്റെ കുതന്ത്രമായിരുന്നു ഇതിന് പിന്നിൽ. ജൂതനായ അബ്ദുല്ലാഹിബ്നു സബഇൻ്റെ കുതന്ത്രമായിരുന്നു. രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായി. അയാളുടെ അബദ്ധാശയങ്ങൾക്കിരയായ പ്രക്ഷോഭകാരികൾ മദീനയിലേക്ക് വരികയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തിൽ കലാശിച്ചു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തിൽ കലാശിച്ചു സംഭവം എന്തായിരുന്നു? ജൂതനായ അബ്ദുല്ലാഹിബ്നു സബഇൻ്റെ കുതന്ത്രമായിരുന്നു ഇതിൻ്റെ പിന്നിൽ. അയാളുടെ അബദ്ധാശയങ്ങൾക്കിരയായ പ്രക്ഷോഭകാരികൾ മദീനയിലേക്ക് വരികയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഇതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തിൽ കലാശിച്ചത്. മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. പിന്നെന്താണ്? ഹിജ്റ 35 അലി ഇബ്നു അബി ത്വാലിബ് കറമല്ലാഹു വജഹഹു ഭരണമേറ്റു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ അവസാനം അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും വധത്തിൽ കലാശിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ആ പ്രശ്നങ്ങൾ അലി റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്തും തുടർന്നു. അത് അവസാനം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിലും കലാശിച്ചു. ഹിജ്റ 35 അലി റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തത്. മനസ്സിലാക്കുക. മുസ്ലിങ്ങളിൽ നിന്നും വിഘടിച്ചു പോയ ഹവാരിജുകളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഘാതകൻ. മുസ്ലിങ്ങളിൽ നിന്ന് ഷിയാക്കൾ, ഹവാരിജുകൾ അങ്ങനെ കുറച്ച് പേര് വിഘടിച്ചു പോയി. അതിലൊരു വിഭാഗമായിരുന്നു ഹവാരിജുകൾ. അതിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ആയിരുന്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ. മനസ്സിലാക്കട്ടാ. ഹവാരിജുകളിൽപ്പെട്ട ആരായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. അപ്പോൾ പേരുകളും വർഷങ്ങൾ ഒക്കെ നന്നായി മനസ്സിലാക്കാൻ നമുക്ക് മാച്ച് ചെയ്യാൻ വരാം. ഹിജ്റ 35 അലി റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് മാച്ച് ചെയ്യാൻ കഴിയണം, മനസ്സിലാക്കാം. അടുത്ത എന്താണ്? മതഭൗതിക കാര്യങ്ങളിൽ
നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ഖലീഫ. ആരായിരുന്നു ഖലീഫ? മതഭൗതിക കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ഖലീഫ. അപ്പോൾ 4 ഖലീഫമാരാണ് ഭരണം നടത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം. 4 ഖലീഫമാരാണ്. അപ്പോൾ ആരാണ് ഖലീഫമാർ എന്ന് പറഞ്ഞാൽ മതഭൗതിക കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ഖലീഫ. ഖലീഫയെ തിരഞ്ഞെടുക്കുന്നത് ബൈഅത്തിലൂടെയാണ്. ഖലീഫയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ബൈഅത്തിലൂടെയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുതൽ അലി റളിയല്ലാഹു അൻഹു വരെയുള്ള 4 ഖലീഫമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് അളവ് വ്യതിചലിക്കാതെ നീതിനിഷ്ഠമായ ഭരണം നടത്തി. അതിനാൽ അൽ ഖുലഫാ ഉർ റാഷിദൂൻ, സജ്ജരിതരായ ഖലീഫമാർ എന്ന പേരിൽ അവർ അറിയപ്പെട്ടു. 4 ഖലീഫമാരാണ് അൽ ഖുലഫാ ഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. എന്താണ്? സജ്ജരിതരായ ഖലീഫമാർ എന്ന പേരിലാണ് ഈ 4 ഖലീഫമാർ അറിയപ്പെട്ടത്. അൽ ഖുലഫാ ഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. നബിമാർക്ക് ശേഷം മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഇവരുടെ ചര്യ മുറുകെ പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനോട് കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്ത്? നബിമാർക്ക് ശേഷം, അടയാളപ്പെടുത്തട്ടാ, നബിമാർക്ക് ശേഷം മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഖുലഫാ ഉർ റാഷിദുകളുടെ ചര്യ മുറുകെ പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവരുടെ എന്നത് നമുക്കവിടെ ഖുലഫാ ഉർ റാഷിദുകളുടെ ചേർത്ത് പറയാം കേട്ടോ, മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താണ്? അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാ ഉർ റാഷിദീന മഹ്ദിയീന അള്ളു അലൈഹ ബിൻ നവാജിദ്. നിങ്ങൾ എൻ്റെ ചര്യയെയും എനിക്ക് ശേഷമുള്ള ഖുലഫാ ഉർ റാഷിദുകളുടെ ചര്യയും മുറുകെ പിടിക്കുക എന്നാണ് അവിടെ പറയുന്നത്. അൽ ഖുലഫാ ഉർ റാഷിദുകളുടെ ഭരണകാലത്ത് ഇസ്ലാമിക സമൂഹത്തിന് വലിയ നേട്ടങ്ങളുണ്ടായി. ഖുലഫാ ഉർ റാഷിദുകളുടെ ഭരണകാലത്ത് ഇസ്ലാമിക സമൂഹത്തിന് വലിയ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചിലത് താഴെ പറയുന്നവയാണ്. അപ്പോൾ ഇവിടെ 14 പോയിന്റുകളായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. 4 ഖലീഫമാരുടെ കാലത്ത് രാജ്യത്ത് നടന്ന നേട്ടങ്ങൾ, പ്രധാനപ്പെട്ട നേട്ടങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ്? നമുക്കതൊന്ന് ഓരോന്നും ഓർഡറിൽ വായിക്കാം. 1, രാജ്യം സംസ്ഥാനങ്ങളായി വിഭജിച്ചു. നേതൃസ്ഥാനം അമീറുമാരെ നിയമിച്ചു. രാജ്യത്ത് സംസ്ഥാനങ്ങളായി വിഭജിച്ചുകൊണ്ട് നേതൃത്വം അമീറുമാരെ നിയമിച്ചിട്ടുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആൻ മുസഫ് രൂപത്തിലാക്കി. ശത്രുക്കളെ അമർച്ച ചെയ്ത് ഇസ്ലാമിക രാഷ്ട്രത്തെ വിശാലമാക്കി. ശത്രുക്കളെ അമർച്ച ചെയ്ത് ഇസ്ലാമിക രാഷ്ട്രത്തെ വിശാലമാക്കി. ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാം ആശ്ലേഷിച്ചു. ഇസ്ലാമിൻ്റെ ഉദാത്തമായ ആദർശങ്ങളും മുസ്ലിങ്ങളുടെ മാതൃകാ ജീവിതവുമാണ് ഇതിന് സഹായിച്ചത്. മികച്ച ഭരണത്തിൻ്റെ ഉന്നതമായ മാതൃക ലോകത്തിന് ലഭിച്ചു. ഇന്നും ലോകം ആ മാതൃകയെ പുകഴ്ത്തുകയാണ്. അമുസ്ലിങ്ങൾക്കും രാഷ്ട്രത്തിൻ്റെ പൗരന്മാർ എന്ന നിലയിൽ അവകാശങ്ങൾ ലഭിച്ചു. മുസ്ലിങ്ങളിൽ നിന്ന് സക്കാത്ത്, അമുസ്ലിങ്ങളിൽ നിന്നും നികുതിയുമായി ജിസിയയും പിരിച്ചെടുത്തു. മുസ്ലിങ്ങളിൽ നിന്ന് സക്കാത്തും അമുസ്ലിങ്ങളിൽ നിന്ന് നികുതിയുമായി ജിസിയയും പിരിച്ചെടുത്തു. വിഷമം അനുഭവിക്കുന്നവർക്ക് പൊതു ഖജനാവിൽ നിന്ന് ധനസഹായം നൽകി. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നിയമിച്ചതിനാൽ അഴിമതി, തിന്മ എന്നിവയിൽ നിന്നും രാജ്യം മുക്തമായി. കോടതികൾ സ്ഥാപിച്ച് കാളിമാരെ നിയമിക്കുകയും നിയമവാഴ്ച ഉറപ്പാക്കുകയും ചെയ്തു. അഭിപ്രായ സ്വാതന്ത്ര്യം നടപ്പാക്കി. കൂടിയാലോചനയിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. ഖലീഫയെ പോലും വിമർശിക്കാൻ ജനങ്ങൾക്ക് സാധിക്കുമായിരുന്നു. റമദാനിലെ പ്രത്യേക നിസ്കാരമായ 20 റക്അത്ത് തറാവീഹ് ഒറ്റ ഇമാമിൻ്റെ കീഴിൽ പതിവാക്കി. തറാവീഹ് ഒരു ഇമാമിൻ്റെ കീഴിൽ പതിവാക്കിയതൊക്കെ
ഖലീഫമാരുടെ ഭരണകാലത്താണ്. ജുമുഅക്ക് 2 അദാനുകൾ ഏർപ്പെടുത്തി. മസ്ജിദുകളിൽ ഇമാമുമാരെയും മുഅദ്ദിനുകളെയും മദ്രസകളിൽ ഉസ്താദുമാരെയും നിയമിച്ച് ശമ്പളം നൽകി. മസ്ജിദുകളിൽ ഇമാമുമാരെയും മുഅദ്ദിനുകളെയും മദ്രസകളിൽ ഉസ്താദുമാരെയും ഒക്കെ നിയമിച്ച് അവർക്ക് ശമ്പളം നൽകി. ജനങ്ങളുടെ ധാർമ്മിക ജീവിതം കുറ്റമറ്റതാക്കി വ്യഭിചാരം, മദ്യപാനം, ചൂതാട്ടം, മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെല്ലാം അർഹമായ ശിക്ഷ നടപ്പാക്കുകയും ധാർമ്മിക വിദ്യാഭ്യാസം നൽകുകയും ചെയ്തതിലൂടെയാണ് ഇത് സാധ്യമായത്. ഖലീഫമാരുടെ കാലത്ത് ജനങ്ങളുടെ ധാർമ്മിക ജീവിതം കുറ്റമറ്റതാക്കിയത് എങ്ങനെയാണ്? വ്യഭിചാരം, മദ്യപാനം, ചൂതാട്ടം, മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെല്ലാം അർഹമായ ശിക്ഷ നടപ്പാക്കുകയും ധാർമ്മിക വിദ്യാഭ്യാസം നൽകുകയും ചെയ്തതിലൂടെയാണ് ഇതൊക്കെ സാധ്യമാക്കിയത്. അപ്പോൾ ഇവിടെ ഈ മീനിങ്സ് ഒക്കെ മനസ്സിലാക്കാം. നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. നമുക്കിതിൻ്റെ തദ്രിബാത്തിൽ ആദ്യം വരുന്ന നെസിൽ യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. ഹിജ്റ 11-ാം വർഷം ഭരണമേറ്റു. ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആദ്യം ഭരണമേറ്റത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അതിൻ്റെ സി നമുക്കവിടെ എഴുതി കൊടുക്കാം. ഹിജ്റ 13-ാം വർഷം ഭരണമേറ്റു. ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഭരണമേറ്റത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്നതിൻ്റെ ഡി നമുക്കവിടെ എഴുതാം. അടുത്തത് ഹിജ്റ 23-ാം വർഷം. ഹിജ്റ 23-ാം വർഷം ഭരണമേറ്റു ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ എ എഴുതാം. അടുത്ത ഹിജ്റ 35-ാം വർഷം ഭരണമേറ്റു അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിൻ്റെ ബി അവിടെയൊക്കെ എഴുതാം. അപ്പോൾ 4 ഖലീഫമാർ അവർ ഭരണമേറ്റത് അവരാണ് ഖുലഫാഉർ റാഷിദുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. മനസ്സിലാക്കുക. നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ആരാണ് ഖലീഫ? ആരാണ് ഖലീഫ? പാഠത്തിൽ അടയാളപ്പെടുത്തി വെക്കുക. മതഭൗതിക കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ഖലീഫ. എന്നിട്ട് അവിടേക്ക് തെറ്റില്ലാതെ എഴുതി വെക്കുക. മതഭൗതിക കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ഖലീഫ. 1-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തത് 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ച രാഷ്ട്രത്തിൻ്റെ ഭരണഘടന എന്തായിരുന്നു ഭരണഘടന? വിശുദ്ധ ഖുർആനും നബിചര്യയുമായിരുന്നു ആ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന. അടയാളപ്പെടുത്തുക. 2. വിശുദ്ധ ഖുർആനും നബിചര്യയുമായിരുന്നു ആ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന. അടുത്ത 3-ാമത്തെ ചോദ്യം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ ആര്? ആരായിരുന്നു ഘാതകൻ? ഇവിടുന്ന് അടയാളപ്പെടുത്തുക. മുസ്ലിങ്ങളിൽ നിന്നും വിഘടിച്ച് പോയ ഹവാരിജുകളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഘാതകൻ. 3-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറാക്കി എഴുതുക. അടുത്ത 4-ാമത്തെ ചോദ്യം എന്താ? 4 ഖലീഫമാർ അൽ ഖുലഫാഉർ റാഷിദൂന എന്ന പേരിൽ അറിയപ്പെടാൻ കാരണമെന്ത്? എന്തായിരുന്നു? ഇവിടുന്ന് എഴുതാ. 4 ഖലീഫമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് അണു അളവ് വ്യതിചലിക്കാതെ നീതിനിഷ്ഠമായ ഭരണം നടത്തി. അതിനാൽ ഖുലഫാഉർ റാഷിദൂന സജ്ജരിതരായ ഖലീഫമാർ എന്ന പേരിൽ അവർ അറിയപ്പെട്ടു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് 4-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എഴുതി വെക്കുക. അടുത്തത് എന്താണ്? നുബയ്യിന് വിശദീകരിക്കാനാണ്. 1-ാം ഖലീഫ ഭരണമേറ്റെടുത്തപ്പോൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരിടേണ്ടി വന്നത്? ഇവിടെ അടയാളപ്പെടുത്തുക. 1-ാം ഖലീഫ ഭരണമേറ്റെടുക്കുമ്പോൾ രാഷ്ട്രം സംഘർഷഭരിതമായിരുന്നു. കള്ളപ്രവാചകവാദികൾ രംഗത്തു വന്നു. മുസ്ലിങ്ങളിൽ ചിലർ സക്കാത്ത് നൽകില്ലെന്ന് ക്ഷണിച്ചു. ആഭ്യന്തര കലാപം കണ്ട് അയൽ രാജ്യങ്ങൾ അക്രമം നടത്താനൊരുങ്ങി. ഇതൊക്കെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നേരിട്ട പ്രശ്നങ്ങൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവയെല്ലാം നേരിടുകയും രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അപ്പം അത് അത്രയും അവിടേക്ക് എഴുതി അവിടെ സന്ദർഭം മനസ്സിലാക്കുക. അടുത്തത് 2-ാം ഖലീഫയുടെ ചില പ്രധാന നേട്ടങ്ങൾ എഴുതുക. 2-ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇവിടുന്ന് എഴുതാം. അക്കാലത്ത് രാജ്യം വലിയ പുരോഗതി നേടി. രാജ്യത്തിനു ഭീഷണി ഉയർത്തിയ കിസ്ര കൈസർ ഭരണകൂടങ്ങൾ അമർച്ച ചെയ്തു. സിറിയയും ഇറാഖും പേർഷ്യയും ഈജിപ്തുമെല്ലാം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭാഗമായി. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ അധീനതയിലായി. രാജ്യത്ത് സമാധാനവും ശാന്തിയും
ഐശ്വര്യവും ഉണ്ടായി. ഇത് രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഉണ്ടായ നേട്ടങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവിടെയൊക്കെ എഴുതുക. അടുത്തത് മൂന്നാം ഖലീഫയുടെ ഭരണത്തിൻ്റെ അവസാന കാലത്തുണ്ടായ അനിഷ്ട സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇവിടുന്ന് എഴുതാം. ജൂതനായ അബ്ദുല്ലാഹിബ്നു സബഇൻ്റെ കുതന്ത്രമായിരുന്നു ഇതിന് പിന്നിൽ. അയാളുടെ അബദ്ധാശയങ്ങൾക്കിരയായ പ്രക്ഷോഭകാരികൾ മദീനയിലേക്ക് വരികയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തിൽ കലാശിച്ചു. അതാണ് ആ കാലത്തുണ്ടായ അനിഷ്ട സംഭവങ്ങൾ. മനസ്സിലാക്കിയിട്ട് അവിടെയൊക്കെ എഴുതുക. അടുത്തത് എന്താണ്? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിൽ കലാശിച്ച പ്രശ്നങ്ങൾ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിൽ കലാശിച്ച പ്രശ്നം എന്തായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ അവസാനം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിലും കലാശിച്ചു. അപ്പോൾ അത് അവിടേക്ക് എഴുതുക. അടുത്തത് തഹ്സീസാണ്. എന്താണ്? അൽ ഖുലഫാഉർ റാഷിദൂനയുടെ ഭരണകാലത്ത് ഇസ്ലാമിക സമൂഹത്തിനുണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കാനാണ്. അപ്പോൾ അത് നിങ്ങൾ അസൈൻമെൻറ്റ് രൂപേണ എഴുതണം. അതിന്ന് 5 വരി കുറയാതെ എക്സാമിന് എഴുതാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് പോയിന്റുകളായി മനസ്സിലാക്കി പഠിക്കണം. അവസാനത്തിൽ വന്ന 14 പോയിന്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വായിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അത് 14 എണ്ണം നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് 5 വരി കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ ഖുലഫാഉർ റാഷിദുകളെ കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ നമുക്ക് 4 ഖലീഫമാരെ കുറിച്ച് എഴുതാം, അവരുടെ ഭരണ പരിഷ്കാരങ്ങൾ എഴുതാം, നേട്ടങ്ങൾ എഴുതാം. ഒക്കെ എഴുതി നമുക്ക് ഈ പാഠത്തുനിന്ന് എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക ഈ പാഠം. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസിലൊക്കെ എന്തെങ്കിലും പറയുന്നതൊക്കെ മാറിപ്പോകുന്നതും കട്ട് ചെയ്ത് തെറ്റിപ്പോകുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അറിയിക്കുക, കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.